നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. എൽ ക്ലാസിക്കോ അതൊരു ഫൈനൽ കൂടിയാണെങ്കിലോ ഇതിനേക്കാൾ വലിയൊരു മത്സരം വേറെ വരാനില്ല ഫുട്ബോൾ ലോകത്ത് എന്ന പ്രതീതിയായിരിക്കും ബാഴ്സയുടെയും റയലിൻ്റെയും ആരാധകർക്കുണ്ടാവുക. എത്ര എൽ ക്ലാസിക്കോ മത്സരങ്ങൾ നമ്മൾ ആവേശത്തോടു കൂടി കണ്ടിരുന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് മെസ്സി ക്രിസ്ത്യാനോ ഇറയിൽ മെസ്സി സാന്റിയാഗോ ബെർണാബുവിൽ പോയിട്ട് അവരെ കീഴടക്കിക്കൊണ്ട് തൻ്റെ ജേഴ്സി ഊരി കാട്ടിയത്, പിന്നീട് അതിന് മറുപടിയായിട്ട് മറുഭാഗത്ത് ക്യാമ്പ് നൗവിൽ ചെന്നിട്ട് ക്രിസ്ത്യാനോ റൊണാൾഡോ അതേ സെലിബ്രേഷൻ ആവർത്തിക്കുന്നത്, അങ്ങനെ കൊണ്ടും കൊടുത്തും ഒരുപാട് നാളുകൾ ഒരുപാട് മത്സരങ്ങൾ അവർ ആഘോഷമാക്കി നമ്മളത് ഏറ്റെടുത്തു. ഇപ്പോൾ അവരൊക്കെ ഒഴിഞ്ഞു പോയെങ്കിലും പിരിഞ്ഞു പോയെങ്കിലും ഈ രണ്ട് ടീമുകൾ തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ അതിനുള്ള ആവേശം അത് ഒട്ടും ചോരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇന്നിപ്പോൾ ഫൈനൽ മത്സരമാണ്. സൂപ്പർ കോപ്പ ഡി എസ്പാനയുടെ ഫൈനൽ മത്സരം സ്പെയിനിലല്ല നടക്കുന്നത്, സൗദിയിലാണ്. ലോകത്തിൻ്റെ ഏത് കോണിൽ നടന്നാലും എൽ ക്ലാസിക്കോ അത് വേറെ ലെവൽ തന്നെയാണ്. സൗദി അറേബ്യയിലെ ജിദ്ദ നഗരത്തിൽ കിങ് അബ്ദുള്ള സ്പോർട്സ് സിറ്റിയിൽ സൗദിയിലെ സമയം രാത്രി 10 മണിക്ക്, ഇന്ത്യൻ സമയം രാത്രി 12:30 കിരീടം ലക്ഷ്യമിട്ട് അൻസി ഫ്ലിക്കിൻ്റെ FC ബാഴ്സലോണയും കാർലോ അഞ്ചലോട്ടിയുടെ റയൽ മാഡ്രിഡും നേർക്ക് നേർ വരികയാണ്. അപ്പോൾ നമ്മൾ അതുമായി ബന്ധപ്പെട്ട് ചില വിവരങ്ങളൊന്ന് പരിശോധിക്കുന്നു, പ്രഡിക്ഷൻസ് നോക്കുന്നു. എക്സ്പെർട്ടുകളുടെ പ്രഡിക്ഷനാണ് നോക്കുന്നത്. എല്ലാ കോമ്പറ്റീഷനുകളുമായിട്ട് എൽ ക്ലാസിക്കോകളുടെ ഹെഡ് ടു ഹെഡിൻ്റെ റിസൾട്ട് എന്താണ്, ആരാണ് ആ കാര്യത്തിൽ മുമ്പിൽ, ഇതൊക്കെ ഒന്ന് പരിശോധിക്കുകയാണ്. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, വിനി ജൂനിയർക്ക് ഈ മത്സരം കളിക്കാം. അദ്ദേഹത്തിന് നേരത്തെ റെഡ് കാർഡ് കിട്ടിയിട്ടുണ്ട് ലാലിഗയിലെങ്കിലും അത് സൂപ്പർ കോപ്പ ഡി എസ്പാനക്ക് ബാധകമല്ല. സോ അദ്ദേഹം ഫൈനലും കളിക്കും. അതേസമയം മറുഭാഗത്ത് നമുക്കറിയാമല്ലോ, ഡാനി ഓൾമോയും പാവോ വിക്ടറും രജിസ്ട്രേഷൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ അത് പരിഹരിക്കപ്പെട്ടു. താൽക്കാലികമായിട്ട് അവർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, അവർക്ക് ഫൈനൽ കളിക്കാം. സോ അത്തരത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളും തീർന്നുകൊണ്ടാണ് രണ്ട് ടീമും വരുന്നത്. റയലിൻ്റെ ഭാഗത്ത് എല്ലാ താരങ്ങളും അവൈലബിൾ ആണ് എന്ന് ഇന്നലെ കൃത്യമായിട്ട് കോച്ച് പറയുകയുണ്ടായി. അതേസമയം ബാഴ്സയുടെ ഭാഗത്ത് റൊണാൾഡോ അറൗഹോയുടെ കാര്യത്തിലാണ് സംശയം. അദ്ദേഹം ക്ലബ്ബ് വിട്ടു പോകാനുള്ള താല്പര്യം അറിയിച്ച സ്ഥിതിക്ക് അദ്ദേഹം സ്ക്വാഡിൽ ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ് എന്ന് കാറ്റലൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ക്ലാസിക്കോയുടെ ഓൾ ടൈം ഹെഡ് ടു ഹെഡ് നോക്കുകയാണെങ്കിൽ ഇതുവരെ നടന്ന മത്സരങ്ങളിൽ ഏറ്റവും അധികം വിജയം റയൽ മാഡ്രിഡിനാണ്. നമ്മൾ ESPN FCയുടെ കണക്കാണ് എടുക്കുന്നത്, സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് എടുക്കുന്നത്. റയൽ 105 മത്സരങ്ങൾ വിജയിച്ചപ്പോൾ ബാഴ്സലോണ വിജയിച്ചത് 101 മത്സരങ്ങളാണ്. ഡ്രോ ആയി അവസാനിച്ചത് 52 മത്സരങ്ങളാണ്. ഇനി ഫൈനലുകളിൽ പരസ്പരം ഏറ്റുമുട്ടിയപ്പോൾ എന്തുണ്ടായി? ബാഴ്സലോണ 4 ഫൈനലുകൾ റയലിനെ തോൽപ്പിച്ച് കിരീടം ചൂടിയെങ്കിൽ റയൽ മാഡ്രിഡ് 5 ഫൈനൽ മത്സരങ്ങൾ ബാഴ്സയെ തോൽപ്പിച്ച് കിരീടം ചൂടിയിട്ടുണ്ട്. സോ അവിടെയും ചെറിയൊരു എഡ്ജ് ചരിത്രത്തിൽ റയൽ മാഡ്രിഡിനാണുള്ളത്. പക്ഷേ അതുകൊണ്ടൊന്നും കാര്യമില്ല. ചരിത്രത്തിൽ അഭിരമിക്കാനല്ല, ഈ മത്സരം ടഫായ ഒന്നായിരിക്കുമെന്ന് ആഞ്ചലോട്ടി ഇന്നലെ കൃത്യമായി പറഞ്ഞു. ഫ്ലിക്കും അത് തന്നെ പറയുന്നു. ഇപ്പം ഏറ്റവും ഒടുവിൽ നടന്ന ക്ലാസിക്കോ മത്സരങ്ങൾ നമുക്കറിയാം. സൂപ്പർ കോപ്പ ഡി എസ്പാനയുടെ ഫൈനൽ മത്സരം കഴിഞ്ഞ വർഷം വിനീഷ്യസ് ജൂനിയർ ഹാട്രിക്കും കൊണ്ട് ആറാടിയപ്പോൾ ബാഴ്സലോണയെ തകർത്ത് തരിപ്പണമാക്കി റയൽ മാഡ്രിഡ് കിരീടവും കൊണ്ടുപോയി. പക്ഷേ സാന്റിയാഗോ ബെർണാബുവിലെ ലാലിഗയിലെ ഇത്തവണത്തെ എൽ ക്ലാസിക്കോയിൽ എന്ത് സംഭവിച്ചു? നേരെ തിരിച്ചാ സംഭവിച്ചത്. റയൽ മാഡ്രിഡിൻ്റെ മൈതാനത്തിട്ട് ബാഴ്സലോണയുടെ യുവതാരങ്ങൾ റയലിനെ വെട്ടിക്കേറി 4-0 വിജയമാണ് അന്ന് അവർ സ്വന്തമാക്കിയത് കഴിഞ്ഞ ഒക്ടോബറിൽ. പക്ഷേ ഇപ്പോൾ ആ ഒരു ഷോക്കിന് ശേഷം റയൽ മാഡ്രിഡ് ആകെ മാറിപ്പോയി. ബാഴ്സയാവട്ടെ ആ ഒരു വിജയത്തിന് ശേഷം ആകെ മുട്ടിടിച്ച രൂപത്തിലാണ് ലലീഗയിൽ കളിച്ചിട്ടുള്ളത് എന്നതും സമ്മതിച്ചേ പറ്റൂ. സോ കാര്യങ്ങളാകെ മാറിപ്പോയൊരു ഘട്ടത്തിലുള്ള ഒരു പോരാട്ടമാണ് നമ്മുടെ മുന്നിലേക്ക് എത്തുന്നത് എന്നർത്ഥം. അപ്പം രണ്ട് ഭാഗത്തും കീ ആയിട്ടുള്ള ഒരുപാട് പ്ലെയേഴ്സ് ഉണ്ട്. ലാമിൻ യമാലിന് വലിയ റോൾ വഹിക്കാനുണ്ട്. റോബർട്ട് ലെവൻഡോസ്കിക്ക് ഗോളടിച്ച് പറ്റൂ. റഫീഞ്ഞയ്ക്ക് സീസൺ തുടങ്ങിയപ്പോഴുള്ള മികവ് ആവർത്തിക്കണം. ഡാനി ഓൾമോ സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് റിപ്പോർട്ട്. അങ്ങനെയെങ്കിൽ ഒരു പക്ഷേ മധ്യനിരയിലെ മാറ്റങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കണം. സോ റയലിൻ്റെ ഭാഗത്തോ ഒരു സംശയം വേണ്ട, വിനി ജൂനിയറും കിലിയൻ എംബാപ്പയും ജൂഡ് ബെല്ലിംഗാമും തന്നെയായിരിക്കും അവരുടെ ആക്രമണത്തിൻ്റെ കുന്തമുന. അപ്പോൾ രണ്ടു ഭാഗത്തും ഒരുപാട് മികച്ച താരങ്ങളുള്ള നല്ല ക്വാളിറ്റിയുള്ള ഒരു പോരാട്ടമാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഏറ്റവും ശ്രദ്ധേയമായ കാര്യം എംബാപ്പെ വേഴ്സസ് ബാഴ്സലോണ ഡിഫൻസ്, അതൊന്ന് കാണേണ്ട കാഴ്ചയായിരിക്കും. മറുഭാഗത്ത് യമാൽ വേഴ്സസ് മെൻഡി പോരാട്ടവും മികച്ചതായിരിക്കും. എന്തായാലും ബെറ്റിംഗ് ഓഡിലൊക്കെ കാണുന്നത് റയൽ മാഡ്രിഡിന് 125 ബാഴ്സലോണക്ക് 105 അത് ഈ ESPN ഇത് പബ്ലിഷ് ചെയ്യുമ്പോഴുള്ള ഒരു ബെറ്റിംഗ് ഓഡാണ്.
ഇനി പ്രിഡിക്ഷൻസ് വരുന്നത് ഇപ്പം ESPNൻ്റെ എക്സ്പേർട്സിൻ്റെ പ്രിഡിക്ഷനാണ്. കിർക്ലൻഡിൻ്റെ പ്രിഡിക്ഷൻ അനുസരിച്ച് റയൽ മാഡ്രിഡ് 3-2 കിരീടം ചൂടുമെന്നാണ്. എന്നാൽ മറുഭാഗത്ത് മാസ്ഡൻ്റെ ഒരു പ്രഡിക്ഷൻ വരുന്നത് 1-3 ബാഴ്സലോണ വിജയിക്കുമെന്നാണ്. സോ എക്സ്പേർട്ടുകൾക്ക് പോലും കാര്യങ്ങൾ വിവേചിച്ച് പറയാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു തീ പറക്കുന്ന പോരാട്ടം വരുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.